ഏത് സാഹിത്യമാണ് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തുള്ളൽ. മലയാള ഭാഷ ഇന്നത്തെ രീതിയിൽ സമ്പുഷ്ടമാക്കിയ 3 വ്യക്തികളാരെല്ലാം? കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? ജി ശങ്കരക്കുറുപ്പിന്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി ആര്? തകഴി ശിവശങ്കരപ്പിള്ള. ആദ്യത്തെ പ്രസിദ്ധ ഹാസ്യകവി എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ളതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത. ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഏതാണ്? ഇന്ദുലേഖ. യാത്രയെയും പര്യടനത്തെയും പറ്റി വിവരിക്കുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഏത്? വർത്തമാന പുസ്തകം. കൂടിയാട്ടത്തിൻ്റെ സമ്പ്രദായം വിവരിക്കുന്ന ഒരു തരം പദ്യസാഹിത്യം ഏതാണ്? ആട്ടപ്രകാരങ്ങൾ. ജ്ഞാനപ്പാന എഴുതിയതാര്? പൂന്താനം. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസം. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം എഴുതിയതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഭാഷാകൗടില്യത്തിൻ്റെ രചയിതാവ് ആര്? ചാണക്യൻ. ആശാന്റെ സീതാവാക്യം ആരുടെ രചനയാണ്? സുകുമാർ അഴീക്കോട്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. തൻ്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി? വയലാർ രാമവർമ്മ. ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ആദ്യകാല വേദം എന്നറിയപ്പെടുന്നത് രാമായണം. ഉള്ളൂർ എഴുതിയ നാടകം ഏത്? അമ്പ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസന വികൃതി. കുറ്റിപ്പെൻസിൽ എഴുതിയതാരാണ്? കുഞ്ഞുണ്ണിമാഷ്. പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ്? കവിഭാരതം. രാമചരിതമാനസം എഴുതിയതാരാണ്? തുളസീദാസ്. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം 1941.